വിശകലനങ്ങളുമായി മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബിനീഷ് കിരൺ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിങ് ബിനീഷ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം സ്പെയിൻ ഒപ്പം തന്നെ ക്രൊയേഷ്യ മത്സരമായിരിക്കും. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഗ്ലാമർ പോരാട്ടം അത് തന്നെ ആയിരിക്കും. ഇറ്റലി അൽബേനിയ മത്സരത്തിന് ഉൾപ്പെടെ നിറം മങ്ങുന്നില്ല എങ്കിൽ പോലും ആദ്യം തന്നെ നമുക്ക് സ്പെയിൻ ക്രൊയേഷ്യ മത്സരത്തെ തന്നെ പറയാം. ലൂക്ക വിരമിക്കാനിരിക്കുകയാണ്. ലൂക്കയ്ക്ക് ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകാൻ വേണ്ടി ആ ടീം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ എങ്ങനെ വിശകലനം ചെയ്യുന്നു? ഏത് വിധത്തിലായിരിക്കും ഇന്നത്തെ കളി പുരോഗമിക്കാൻ സാധ്യത? യെസ്, ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നമുക്ക് യൂറോ കപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ക്ലാസിക് പോരാട്ടങ്ങൾ വരുന്നത് വളരെ സന്തോഷകരമാണ്. സ്പെയിൻ വേഴ്സസ് ക്രൊയേഷ്യ. നമുക്കറിയാം, വേൾഡ് ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച് നിൽക്കുന്ന രണ്ട് ടീമുകൾ. സമീപകാലത്ത് സ്പെയിൻ അത്ര ശോഭിക്കുന്നില്ലെങ്കിൽ പോലും സ്പെയിനെ നമുക്കറിയാം, ബാഴ്സലോണ അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ഒക്കെ കളിക്കുന്ന ലീഗുള്ള ഒരു രാജ്യം. മറുവശത്ത് വളരെ കുഞ്ഞൻ രാജ്യമാണെങ്കിൽ പോലും സമീപകാലത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെടും തൂണായ നമുക്കറിയാം മോഡ്രിച്ച്, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡാൻസ് ഓഫ് ദ ടൂർണമെന്റ് എന്നൊക്കെ പറയുന്ന മാതിരി ഏറ്റവും അവസാന നിർണായക ഘട്ടത്തിലുള്ള ഒരു ടൂർണമെന്റ്. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റ് വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കും മോഡ്രിച്ച് കാണുന്നത്. കാരണം അവസാന മേജർ ടൂർണമെന്റ് ആവാനുള്ള ഒരു സാധ്യത കൂടെ, ഇന്റർനാഷണൽ മേജർ ടൂർണമെന്റ് ആവാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡാലിച്ചിനെ, അതായത് ക്രൊയേഷ്യൻ ഡാലിച്ചിനെ സമീപിച്ചിടത്തോളം കുറച്ച് സീനിയർ താരങ്ങളാണ് ഈ ടീമിൽ ഉള്ളത്. പക്ഷെ വളരെ എക്സ്പീരിയൻസ് ആയ താരങ്ങളാണ്. ബ്രോസോവിച്ച്, ക്രമാരിച്ച്, മോഡ്രിച്ച്, പെരിസിച്ച് എന്നുള്ള 4 മിഡ്ഫീൽഡേഴ്സ്, ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച 4 മിഡ്ഫീൽഡേഴ്സ് ആണ് ഇന്ന് അണിനിരക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഗോൾ കീപ്പർ മികച്ച ഫോമിൽ നിൽക്കുന്ന ലിവാക്കോവിച്ച്, ഇങ്ങനെയുള്ള 4 താരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഗോൾ കീപ്പർ അടക്കമുള്ള ഒരു ഡിഫൻസും കുറച്ച് പ്രായം കൂടിയ ടീമാണ് എന്നുള്ളത് മാത്രമാണ് ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കുറച്ച് പോരായ്മയായി പറയാനുള്ളത്. പക്ഷെ മറുവശത്ത് സ്പെയിൻ ആണെങ്കിൽ വളരെ യങ്സ്റ്റേഴ്സ് ആയ ഒരു ടീമാണ്. ലമേലിനെ പോലെയുള്ള മികച്ച താരങ്ങളുള്ള ഈ സ്പാനിഷ് ടീമിനെ, ഓൾമോ, ലമേല് ഇതുപോലെ മികച്ച താരങ്ങൾ ആ ടീമിൽ ഉണ്ടെങ്കിൽ പോലും എക്സ്പീരിയൻസ് അല്പം കുറവാണ്. പ്രത്യേകിച്ച് ഈ ഹയർ ഇന്റർനാഷണൽ ടൂർണമെന്റിലെ ബിഗ് സ്റ്റേജിൽ അവരെങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് മാച്ച് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇന്നലത്തെ മത്സരം എന്ന് പറയുന്നത് ഒരു സ്വപ്നതുല്യമായ മത്സരമായിരുന്നു. ഒരു യൂറോ ഇനാഗുറൽ മാച്ചിനെ സംബന്ധിച്ച് മികച്ച സ്കോറിംഗ് ഉണ്ടായി. ജർമ്മനി അവരുടെ പുതുതലമുറയുടെ കരുത്ത് പൂർണ്ണമായും പുറത്തെടുത്തിട്ടുള്ള ഒരു മത്സരമാണ് ഉണ്ടായത്. ഇന്നലത്തെ മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഒപ്പം തന്നെ വ്യക്തിപരമായി താങ്കൾ ഏത് ടീമിനാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്? യെസ്, ഓഫ് കോഴ്സ് ജർമ്മനി ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീം തന്നെയാണ്. കാരണം നമുക്കറിയാം, ജർമ്മനിയിൽ വെച്ചാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധ്യത കൂടുതൽ കൽപ്പിക്കേണ്ടത് മാത്രമല്ല, വളരെ ഒരു മികച്ച ടീമിനെയാണ് ഇപ്രാവശ്യം ജർമ്മനി ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ആ ടീമിനെ ഒരു മനുഷ്യ ശരീരമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെടുന്തൂണ്, അതായത് നട്ടല് എന്ന് പറയുന്ന മാതിരി ബാക്കിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നോയർ തലഭാഗമായി വരുന്നു. പിന്നെ നട്ടലായിട്ട് വരുന്നത് റുഡിഗർ സ്റ്റോപ്പർ ബാക്കിൽ വരുന്നു. മിഡ്ഫീൽഡ് ടോണി ക്രൂസ് വരുന്നു. അതിനു മുന്നില് പിന്നെ ഹവാർഡ്സ് വരുന്നു. അങ്ങനെ എല്ലാവരും മികച്ച ഫോമിലുള്ള 4 പേര്. സൈഡിലേക്ക് 2 കൈകളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇന്നലെ തന്നെ വളരെ ഫോമിലുള്ള മുസിയാല പോലുള്ള താരത്തിനും വലതുവശത്ത് റിഡ്സിനെ പോലുള്ള താരങ്ങൾ 2 വശങ്ങളുണ്ട്. 2 വിങ്ങേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അതിലും മികച്ചതാണ്. കിമ്മിച്ചിനെ പോലെയുള്ള താരം ഒരു വിങ്ങിൽ കളിക്കുന്നു. അതുപോലെ തന്നെ പുറത്തിരിക്കുന്ന ലെറോയ് സാനേനെ പോലുള്ള താരങ്ങളുണ്ട്. മുള്ളറിനെ പോലെ താരങ്ങളുണ്ട്. അങ്ങനെ ഏറ്റവും മികച്ച ഒരു ടീം തന്നെ അവർക്കുണ്ട്. ഏറ്റവും ഗംഭീരമായ ഒരു സ്റ്റാർട്ടും അവർക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് വൺ ഓഫ് ദ ഫേവറേറ്റ് ജർമ്മനി തന്നെയാണ്. മറുവശത്ത് ഇംഗ്ലണ്ട് മികച്ച ടീമാണ്. കാരണം ഹാരി കെയ്ന് ജർമ്മനിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ സ്കോർ ചെയ്യുന്ന ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഹാരി കെയ്ൻ ഉള്ളത് കൊണ്ട് ഇംഗ്ലണ്ട് മികച്ച, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരങ്ങളൊക്കെ ഈ ടീമിലുണ്ട്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റി ഒക്കെ വളരെ ഫോമിലാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിന് വലിയ സാധ്യതയുണ്ട്. ഇംഗ്ലണ്ട്, ഓഫ് കോഴ്സ് ഫ്രാൻസും മികച്ച ടീമാണ്. ഫ്രാൻസിനും വലിയൊരു സാധ്യത കൽപ്പിക്കാം. അതോടൊപ്പം തന്നെ എടുത്തു വായിക്കേണ്ട ഒരു ടീമാണ് പോർച്ചുഗൽ. ഒരു ക്ലാസ് ടീമായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം കാണുന്നത്. അവിടെ വലിയൊരു ചോദ്യചിഹ്നം ക്രിസ്ത്യാനോ റൊണാൾഡോ എങ്ങനെ ഈ ടൂർണമെന്റിനെ നേരിടുന്നു, എങ്ങനെ അദ്ദേഹത്തിന്റെ ഫോം
ഇരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ബിനീഷ് കിരൺ. ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ എന്ന വിധത്തിൽ തന്നെ ക്രിസ്ത്യാനോ വീണ്ടും കിരീടം ചൂടുമോ, യൂറോ കപ്പിൽ യൂറോപ്പിന്റെ തലവനായി വരുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 2016 ശേഷം പ്രധാനപ്പെട്ട ഒരു ടൈറ്റിൽ മിസ് ചെയ്യുന്നുണ്ട് റൊണാൾഡോയെ സംബന്ധിച്ച്. മെസ്സി അതെല്ലാം പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ യൂറോ നേടുക എന്നുള്ളത് പോർച്ചുഗലിനേക്കാൾ ഉപരി ക്രിസ്ത്യാനോയെ സംബന്ധിച്ച് വലിയൊരു ആഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൗദി ലീഗിലാണ് കളിക്കുന്നത്. അവിടെ താരതമ്യേന അത്ര പ്രശസ്തി ആർജിച്ച ഒരു ലീഗ് അല്ലായിരുന്നെങ്കിൽ പോലും ക്രിസ്ത്യാനോയുടെ വരവോടുകൂടി അത് ഒരു കോമ്പറ്റീറ്റീവ് ലെവലില് മികച്ച ഒരു ലീഗായി മാറുകയും അവിടെ കൃത്യമായി ഇടവേളകളിൽ ഗോള് കണ്ടെത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുന്നുണ്ട്. ഏത് ലീഗിലായാലും ഗോള് സ്ഥിരമായി കണ്ടെത്തുന്നത് അത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ യൂറോ കപ്പിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് അവിടെ ഗോള് കണ്ടെത്താൻ പറ്റിയ ഫോം ഇവിടെ നിലനിർത്താൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതിന് തൊട്ട് മുന്നേ നടന്ന ഒരു ഫ്രണ്ട്ലി മാച്ചിൽ അദ്ദേഹം 2 ഗോളുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ടീമിലുണ്ട്, മികച്ച താരങ്ങൾ ആ ടീമിലുണ്ട്. ഇവരെ എല്ലാവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിട്ട് ഒത്തിണങ്ങി പോകാൻ സാധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ പുതിയ കോച്ചാണ് മാർട്ടിനസ്, ഇവരെല്ലാം കൂടി ഫോമിലേക്ക് വരികയാണെങ്കിൽ ആ ടീമിനെ പിടിക്കാനും ഇത്തിരി പാടുപെടും മറ്റു ടീമുകൾ. ഓക്കെ, വളരെ നന്ദി. മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബിനീഷ് കിരണാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഇനി ഒരു വലിയ ആഘോഷത്തിന്റെ കാലമാണ്. യൂറോ തുടങ്ങിയിരിക്കുന്നു. ഇതാ ഉടൻ തന്നെ കോപ്പ അമേരിക്കയും തുടങ്ങുകയാണ്. സന്നാഹ മത്സരങ്ങളിൽ ഇന്നലെ അർജന്റീന മികച്ച വിജയം നേടി. അപ്പോൾ ആ വിവരങ്ങളും വിശകലനങ്ങളുമായി താങ്കളെ ഞങ്ങൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുകയാണ്. നാളെയും ഞങ്ങൾക്കൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി. മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബിനീഷ് കിരണാണ് യൂറോ കപ്പിന്റെ വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.